പിബിക്ക് നൽകിയ കത്ത് ചോർന്ന വിവാദത്തിൽ നിയമ നടപടിയുമായി എം.വി. ഗോവിന്ദൻ. മുഹമ്മദ് ഷർഷാദിന് CPM സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് നൽകി. നടപടി എം.വി. ഗോവിന്ദന്റെ മകൻ കത്ത് ചോർത്തിയെന്ന ആരോപണത്തിലാണ്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്, ഷർഷാദിനെതിരെയാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. ഷർഷാദിന് ഇപ്പോൾ വക്കീൽ നോട്ടീസും എം.വി. ഗോവിന്ദൻ അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും തനിക്കുണ്ടായ മാനനഷ്ടത്തിൽ ആണ് ഇപ്പോൾ അദ്ദേഹം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചെന്നൈയിലെ വ്യവസായിയായിട്ടുള്ള ഷർഷാദിനെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഷർഷാദിൻ്റെ ആരോപണങ്ങൾ ഷർഷാദ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഒപ്പം തന്നെ പത്രത്തിലൂടെയും ദിനപത്രത്തിലൂടെയും നൽകിയിട്ടുള്ള ആരോപണങ്ങൾ തനിക്ക് മാനനഷ്ടത്തിന് കാരണമായി, സമൂഹ മധ്യത്തിൽ തന്നെ അപമാനിക്കുന്നതിന് കാരണമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ രാജഗോപാലൻ നായർ, തിരുവനന്തപുരത്തെ പ്രശസ്തനായ അഡ്വക്കേറ്റ് വഴി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന് 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകുകയോ ക്ഷമ പറയുകയോ ചെയ്യാത്ത പക്ഷം, ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് കുറിപ്പിറക്കുകയും ഒപ്പം തന്നെ ഈ വാർത്തകൾ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവയിൽ നിന്നും മാറ്റം ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിന് മറുപടി നൽകാത്ത പക്ഷം നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. തനിക്കും തൻ്റെ മകനുമെതിരെയുള്ള ആരോപണങ്ങളിൽ ഷർഷാദ് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെതിരെയാണ് ഇത് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ആരോപണങ്ങളൊക്കെയും അദ്ദേഹം നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എം.വി. ഗോവിന്ദൻ ഈ ആരോപണങ്ങളെ മൊത്തത്തിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ താൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വളരെ പ്രമുഖമായ നിലയിൽ ഉള്ള ഒരാളാണ്. തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ, തനിക്ക് വന്നിട്ടുള്ള മാനനഷ്ടത്തിനെതിരെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യം നോട്ടീസ് നൽകുകയും പിന്നീട് ഇതിൽ നിന്ന് മാറ്റമുണ്ടാകാത്ത പക്ഷം, 3 ദിവസത്തിനുള്ളിൽ മാറ്റമുണ്ടാകാത്ത പക്ഷം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം ആ നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇതിന് മറുപടി നൽകണം, ഒപ്പം തന്നെ തന്നോട് ക്ഷമ പറയുകയും വേണം എന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ 10 കോടി രൂപയാണ് മാനനഷ്ടമായി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോകാത്ത പക്ഷം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി തലത്തിൽ നിന്നും ഇത്തരത്തിൽ ഇദ്ദേഹം മാനനഷ്ടത്തിന് കേസുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ കേസ് മാനനഷ്ടത്തിനുള്ള കേസ് നോട്ടീസായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷർഷാദ് ഇതിന് 3 ദിവസത്തിനുള്ളിൽ മറുപടി പറയുകയോ ഇതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തൻ്റെയും തൻ്റെ മകനെതിരെയുമുള്ള ആരോപണങ്ങൾ, തനിക്കും തൻ്റെ കുടുംബത്തിനും ഇത് ഏറെ ദോഷം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മാനസികമായും തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെയും ഈ നോട്ടീസിലൂടെ തനിക്ക് മറുപടി നൽകുകയും തന്നോട് ക്ഷമ ചോദിക്കുകയും വേണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസിന് മറുപടി നൽകാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്.